വിശുദ്ധമാസമായ റമദാനെ വരവേൽക്കാൻ പള്ളികളും വീടുകളും ഒരുങ്ങി. ഒരു മാസം നീളുന്ന വ്രതത്തിലൂടെ മനസ്സും ശരീരവും ശുചീകരിക്കാൻ ഒരുങ്ങുകയാണ് മുസ്ലിം സമൂഹം. ചൊവ്വാഴ്ച മുതൽ ഇനിയുള്ള 30 നാളുകൾ നോമ്പിന്റെ പുണ്യം നിറച്ച് രാപ്പകൽ പ്രാർത്ഥനകളിൽ മുഴുകാനുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസികൾ. ഒരു മാസത്തോളമായി നടന്നുവരുന്ന പള്ളികളിലെ അറ്റകുറ്റപ്പണിയും ചായം തെച്ച് മോടി പിടിപ്പിക്കലുമെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. പഴയ പായകൾ മാറ്റി പുതിയത് വിരിച്ചു. വിരിപ്പുകളും മുസല്ലകളുമെല്ലാം കഴുകി വൃത്തിയാക്കി. അത്യുഷ്ണത്തിന് നടുവിലേക്കാണ് ഇത്തവണ റമദാൻ എത്തുന്നത്. വിശ്വാസികൾക്ക് കഠിന പരീക്ഷണമാണ് ഇത്തവണത്തെ വ്രതാനുഷ്ഠാന നാളുകൾ. റമദാന് മുമ്പുള്ള അവസാന വെള്ളിയാഴ്ച ഇമാമുമാർ വ്രതത്തിന്റെ പ്രാധാന്യവും പുണ്യവും വിശ്വാസികളെ ഉണർത്തിയിരുന്നു. പള്ളികളിൽ നോമ്പുതറ ഒരുക്കാനുള്ള സജ്ജീകരണങ്ങൾ നേരത്തെ തന്നെ തയ്യാറായി കഴിഞ്ഞു. രാത്രി നമസ്കാരത്തിന് ഖുർആൻ മനഃപ്പാഠമാക്കിയവരെ വിവിധ സ്ഥലങ്ങളിൽ നിയമിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് പള്ളികളിലും ചിലയിടങ്ങളിലും മദ്രസകളിലും രാത്രി നമസ്കാരത്തിനും മഹല്ല് കമ്മിറ്റികൾ സൗകര്യമുള്ള ഒരുക്കി. മുസ്ലിം ഭവനങ്ങളിൽ നനച്ചുകുളിയുടെ തിരക്കാണ്. വീടുകൾ കഴുകി വൃത്തിയാക്കി നോമ്പിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. റമദാനിലേക്കുള്ള ഭക്ഷാദനങ്ങൾ വാങ്ങാനുള്ള തിരക്ക് കടകളിലും ദൃശ്യമാണ്. ഇനിയുള്ള 30 നാളുകൾ മനസ്സും ശരീരവും ശുദ്ധീകരിച്ച് നോമ്പിന്റെ പുണ്യം നിറച്ച് രാപ്പകൽ പ്രാർത്ഥനകളിൽ മുഴുകാനുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസികൾ. മലബാർ ടൈംസ്, മലപ്പുറം.